പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആ സന്തോഷത്തോടെ പ്രാർത്ഥന ചെല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് ഇന്ന് അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് വരാം. ഞാൻ അനുദിന അനുഗ്രഹ പ്രാർത്ഥന ചെല്ലണം. എന്തിനാണെന്നറിയാവോ? നിങ്ങളെല്ലാവരും സ്നേഹത്തോടെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ചെല്ലണത്. നിങ്ങളാരും വേദനിച്ച് ഇന്ന് രാത്രി കിടന്നുറങ്ങാൻ ദൈവം അനുവദിക്കരുത്. നിങ്ങൾ പോകുന്ന വഴികളെല്ലാം ദൈവത്തിൻ്റെ വാഗ്ദാനം അനുസരിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടാകണം. നിങ്ങളെല്ലാം വിശ്വാസത്തിൻ്റെ സുവിശേഷത്തിൻ്റെ വലിയ സാക്ഷികളായിട്ട് ജീവിക്കണം. കർത്താവേ, അങ്ങയുടെ മക്കൾ തലകുനിക്കാൻ നീ അനുവദിക്കരുത്. ആരുടെയും മുമ്പിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്താം. കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന് വലതുകരം ആണിപ്രധാടുന്ന അത്ഭുതകരത്താൽ കർത്താവെ അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കണേ പ്രാർത്ഥിക്കുന്നു. അടിപ്പഴ പോലെ കർത്താവിന് ശക്തി ഒഴുകട്ടെ. വൈതാക്കാലം പോലെ ദൈവികം ശക്തി രോഗാതുരമായ ശരീരങ്ങളിലേക്ക് ഒഴുകട്ടെ. ഉച്ചമുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. Lord Jesus Christ, pour out your spirit. The fire fingers suck with the precious blood. I command you in the name of Jesus Christ be healed. കർത്താവ്, മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, ചിരങ്ങ് രോഗങ്ങൾ, കർത്താവ് ചൊറി രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, കർത്താവ് എല്ലാം കർത്താവ് അങ്ങയുടെ വിശുദ്ധമായ രക്തം കർത്താവ് ത്വക്ക് രോഗികളുടെ മേൽ ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ കർത്താവ് വെള്ളപ്പാണ്ടിൻ്റെ രോഗമുള്ളവർ, ചുണ്ടിൽ പാണ്ടുള്ളവർ, കർത്താവ് ശിരസിൽ മുടി കൊഴിയുന്നവർ, കർത്താവെ ആന്തരികമായ രോഗങ്ങളുള്ള ആന്തരികമായ അവയവങ്ങൾ അഴുകുന്നവരുണ്ട് ഈശോയെ. ആന്തരികമായ രോഗങ്ങൾ ക്യാൻസർ വന്നുള്ളവരുണ്ട് ഈശോയെ. കിഡ്നിയിൽ ക്യാൻസർ, കർത്താവെ ശ്വാസകോശങ്ങളിൽ കർത്താവെ മർദ്ദം കുറഞ്ഞപ്പെട്ടുള്ള കർത്താവെ തൈറോയ്ഡ് ക്യാൻസർ, തൊണ്ടയിൽ മുഴയുള്ളവർ, ചെവി കേൾക്കാൻ പാടില്ലാത്ത കുഞ്ഞുങ്ങൾ, കർത്താവ് എല്ലാവരും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. നടുവിന് വേദനയുള്ളവർ, നടുവിന് കർത്താവെ ബലക്ഷയമുള്ളവർ, നടുവ് വളഞ്ഞിരിക്കുന്നവർ, കൈകാലുകൾ വളഞ്ഞിരിക്കുന്നവർ,
ഓട്ടിസം, കണ്ണിന് കാഴ്ച കുറവുള്ളവർ, മൂക്കിന് കർത്താവെ പല അഡിനോയിഡിൻ്റെ രോഗമുള്ളവർ എല്ലാവരെയും സ്പർശിക്കണമേ കർത്താവെ. നടക്കാൻ പാടില്ലാത്തവർ, തന്നെത്താൻ എഴുന്നേക്കാൻ പാടില്ലാത്തവർ, പരസായം കൂടെ ജീവിക്കാൻ പാടില്ലാത്തവർ എല്ലാവരെയും കർത്താവിനെ സ്പർശിക്കണം കർത്താവ്. ഈശോ നിൻ്റെ വിശുദ്ധ വലതുകരം കർത്താവെ പ്രഭാരോഗ്യ സുഖപ്പെടുത്തിയ കർത്താവിൻ്റെ കരങ്ങൾ, പത്തോസിനെ കർത്താവ് കടലിൽ നിന്ന് പിടിച്ചു കയറ്റിയ കർത്താവിൻ്റെ കരങ്ങൾ നിൻ്റെ മേൽ ഉയരുകയും നീ കർത്താവിൻ്റെ കൈകളിൽ നിൻ്റെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് കർത്താവ് നിന്നെ ഉയർത്തിയെടുക്കാൻ വേണ്ടി നീ കർത്താവിൻ്റെ തിരുസന്നിധി സമർപ്പിക്കുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികൾ, പീഡിതർ, സാമ്പത്തിക ബാധ്യതയുള്ളവർ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, ആരോരുമില്ലാത്തവർ എല്ലാവരും ഉണ്ടായിരുന്നു. ആരും കർത്താവ് അനാഥർ, കർത്താവ് ജോലി ചെയ്യാൻ പറ്റാത്തവർ, പട്ടിണി കിടക്കുന്നവരോട് വരെ ഉണ്ട്. അങ്ങനെയുള്ള എല്ലാവരും കർത്താവ് നീ എന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ. പല മക്കൾ പല രീതിയിൽ പല ജീവിതത്തിലായിപ്പോയവർ, അകപ്പെട്ടു പോയവർ, പാപത്ത് വീണ് പോയവർ, ഇനി എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ ഭീഷണിക്ക് വിധേയമായി ജീവിതം തകർന്നു പോയവർ, ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ലാത്ത കുറ്റബോധം ഭാരത്തോടെ താങ്ങി നടത്തുന്നവർ കർത്താവ്, പലതരം കേസുകളിലും കർത്താവ് ചതിക്കേസുകളിലൊക്കെ പെട്ട് കർത്താവ് മയക്കുമരുന്നിൻ്റെ ചതികൾ പ്രയോഗങ്ങളിൽ പെട്ടുപോയവരും മയക്കുമരുന്ന് അടിമയായിട്ടുള്ളവരും അതിന് കേസിൽപ്പെട്ടവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വിസായാലും അന്യവിദേശ ജോലികളിലും വിദേശ ജയിലുകളിലും കിടക്കുന്നവരുണ്ട് ഈശോയെ. കർത്താവ് എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചോയെ. മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ, കടലോരങ്ങളിലെ എല്ലാ അവസ്ഥകളും കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ വിശ്വാസ ത്യാഗികളുണ്ട് ഈശോയെ, സഭാത്യാഗികളുണ്ട് ഈശോയെ. അവരെല്ലാം കർത്താവ് അങ്ങ് പുനഃസ്ഥാപിക്കണേ, പുനരുദ്ധരിക്കണേ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ കർത്താവ് അങ്ങനെ മക്കളെ ആശീർവദിക്കണേ പ്രാർത്ഥിക്കുന്നു. മരണ വീടുകൾ, രോഗ വീടുകൾ, കലഹത്തിൻ്റെ വീടുകൾ, മക്കൾ മാതാപിതാക്കന്മാർ പിരിഞ്ഞുപോയ വീടുകൾ, അത് ഇങ്ങനെ അലങ്കോലപ്പെട്ട അനാധീനമായി പോയിട്ടുള്ള വീടുകളെല്ലാം കർത്താവിൻ്റെ പരിശുദ്ധമാരും തലയ്ക്കട്ടെ. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവനാമത്തിൽ എല്ലാ തിന്മകളും ഈശോനാമത്തിൽ കൂടി തുടച്ചു മാറ്റപ്പെടട്ടെ. Lord, in peace, spirit of power and grace. മക്കളെ, നമ്മളിന്ന് വായിക്കുന്ന സുവിശേഷം ഒരു പ്രവാചക ഗ്രന്ഥമാണ്. യെശയ്യാ 17:11. നടുന്ന ദിവസം തന്നെ അവ മുളയ്ക്കുകയും ആ പ്രഭാതത്തിൽ തന്നെ അവ പൂവിടുകയും ചെയ്താലും ദുഃഖത്തിന്റെയും അപരിഹാര്യമായ വേദനയുടെയും ദിനത്തിൽ അതിന്റെ വിളവ് നശിച്ചു പോകും. അനുഭവിക്കാൻ പറ്റത്തില്ല. ആൾക്കാർക്ക് ഭയങ്കര ആക്രാന്തമാണല്ലോ. പക്ഷെ ഇതിൻ്റെ വിഷയം ഇതൊന്നും അല്ല. ഇതിൻ്റെ മുകളിൽ പറഞ്ഞ വചനങ്ങൾ വായിക്കുമ്പോൾ അത് മനസ്സിലാകേണ്ടത്, അതായത് മനുഷ്യന്മാർക്ക് ദൈവത്തെ അംഗീകരിക്കേണ്ടത് പോരായ്മയെ കരുതിയത് കൊണ്ട് റോമ 1:29 പറയും, ആത്മവികാരങ്ങൾക്ക് അവരെ ഏൽപ്പിച്ചു കൊടുത്തു. ചില ആൾക്കാർക്ക് ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയാണ്. വേറെ കഥയൊന്നുമില്ല. മറ്റുള്ള മുമ്പിൽ താനൊരു ബുദ്ധിജീവിയുടെ ഒരു കുപ്പായം എടുത്തിടണമെന്ന് മാത്രമേ ഉള്ളൂ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ അഭ്യസ്തവിദ്യനാണ് എന്നുള്ളത്. പക്ഷേ ഇങ്ങനെ ഇത് തന്നെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. സമൂഹം മറ്റ് ദൈവത്തെ തള്ളിപ്പറയാനുള്ള നിങ്ങളവർക്ക് തൻ്റെ ഇടമാണ്. തൻ്റെ ഇടമല്ല, അതൊരു പീഡിത്തമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ എല്ലാം ആശ്രയിച്ചുകൊണ്ട് താനാണ് ദൈവം. ശരിക്കും ദൈവത്തെ തള്ളിപ്പറയുന്നതിൻ്റെ മുമ്പിൽ ഒരിക്കലും ദൈവത്തെ നമുക്ക് ഇവിടുത്തെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഒരു വായുവിനെ തള്ളി മാറ്റിക്കഴിഞ്ഞാൽ വേറൊരു വായു വന്ന് കയറത്തില്ലേ? എന്നാലും ബാലൻസ് ചെയ്യത്തുള്ളൂ. ദൈവം തള്ളി മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഭർത്താവ് ഇരിക്കേണ്ട ഭർത്താവ് ഇരുന്നതിനെ പട്ടി കയറി ഇരിക്കുമെന്ന് പറയത്തില്ലേ? അതുപോലെ ദൈവത്തെ മാറ്റി ദൈവം ഇരിക്കേണ്ട സ്ഥലത്ത് ദൈവം ഇരുന്നില്ലെങ്കിൽ അതുപോലെ തന്നെ ഇതുപോലെയുള്ള താൻ തന്നെ ആയിരിക്കും അവിടുന്ന് ദൈവമായിട്ടിരിക്കാൻ പോകുന്നത്. തൻ്റെ കേമത്വം, തൻ്റെ പ്രഭ, തൻ്റെ വിദ്യാഭ്യാസം, തൻ്റെ ചിന്താഗതി, താൻ ഫോളോ ചെയ്യുന്ന പ്രത്യയശാസ്ത്രം, ഇതൊക്കെ ഇങ്ങനെ കെട്ടിക്കൊഴിച്ചു. ദാറ്റ് മീൻസ് താൻ തന്നെ. അപ്പോൾ അതായത് ദൈവത്തെ നമ്മൾ അംഗീകരിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് നമുക്ക് ഒരു എളിമ വേണം ശരിക്കും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താ പറ്റേണ്ടത്? അങ്ങനെയുള്ള ആൾക്കാർ എന്ത് നേടിയെന്ന് പറഞ്ഞാലും അതിന് ചില സമയത്ത് അനുഭവിക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് ദൈവത്തെ തള്ളിക്കളയണതും ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ജോലി ചെയ്തുകൊണ്ട് വിജയിപ്പിച്ച് കാണിക്കാൻ വേണ്ടി മറ്റുള്ളവരെ കൂടി വിശ്വാസം കളയണതും അവർ പക്ഷേ ഇന്നലെ നാളെ നമ്മളത് മറുപടി പറയേണ്ടി വരും. കാര്യം എലോൺ മസ്ക് എന്ന് പറയുന്ന വ്യക്തികൾ പോലും ഈ ലോകത്തെ ഏറ്റവും ശാസ്ത്രവും സമ്പത്തും കുഴിഞ്ഞു വീഴൊരു മനുഷ്യനാണ്. അവനെ വലിയ വലിയ മനുഷ്യരെല്ലാവരും തന്നെ വിശ്വാസികളാണ്. അവർ പൊട്ടന്മാരായതുകൊണ്ടല്ല, അവർക്ക് അഹങ്കാരമില്ലാതെ എളിമയെടുത്ത് ഏറ്റുപറയാനുള്ള മാനസികാവസ്ഥകളുകൊണ്ടാണ്. ക്രിസ്മസിന് നല്ല കാലമാണ് വരണത്. ക്രിസ്മസ് കർത്താവ് ജനിക്കേണ്ട ഒരു കാലമാണ് നമ്മുടെ ഹൃദയത്തിൽ. രൂപയിൽ
അതിനുവേണ്ടി നീ ഹൃദയത്തെ ഒരുക്കുക. എപ്പോഴെങ്കിലും ദൈവത്തെ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ക്യാമത്തടിക്കാൻ വേണ്ടി തൻ്റെ പങ്കത്വം താൻ പറഞ്ഞുകൊണ്ട് ആളാകാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആൾ ദൈവമായിട്ട് നീ തന്നെ നീ മാറുന്നു എന്നുള്ള സൂചന നീ അത് ആ ദുരന്തം നീ തിരിച്ചറിയണം. ദൈവത്തിലേക്ക് തിരിച്ചു വരണം. എപ്പോഴെങ്കിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു അവസരം കിട്ടിയാൽ കർത്താവ് അത് ഞാനല്ല, എൻ്റെ കഴിവല്ല, കർത്താവിൻ്റെ കൃപയാണെന്ന് ഏറ്റു പറഞ്ഞ എൻ്റെ മക്കളെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. എന്താ കാര്യം? മറ്റുള്ളവരെ വിശ്വാസം നയിക്കണം. വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് നമുക്ക് വിശുദ്ധി കൂടും, മനുഷ്യരോട് കൃപയുണ്ടാകും, കാരുണ്യം ഉണ്ടാകും. അതില്ലെങ്കിലും ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശാശ്വതമായ ഗ്യാരണ്ടി എന്താ? നമ്മൾ തന്നെയല്ലേ. അപ്പം നമ്മൾ തന്നെ ഗ്യാരണ്ടി എന്താണ്? പക്ഷെ അതിനേക്കാളും നല്ലത് ദൈവത്തെ ഗ്യാരണ്ടി ചെയ്യണതാണ്. കാര്യം ഒരു കാരണവും ഇല്ലാതെ ഒരു കാര്യം ഒരിക്കലും ഉണ്ടാകത്തില്ല. അപ്പം ആ കാരണം പ്രകൃതിയല്ല, ബുദ്ധിയും ബോധവുമുള്ള ഒരു വ്യക്തിയാണ്. അതിനാണ് നമ്മളെല്ലാവരും ദൈവം എന്ന് പറയണത്. അതുകൊണ്ട് എൻ്റെ മക്കളെ, ദൈവവിശ്വാസം തന്നെ ഒരു വലിയ കാര്യം. ഞാൻ മാതാവിനെ നേരിട്ട് കണ്ടൊരു മനുഷ്യനാണ്. കാരണം അതിനുവേണ്ടി മരിക്കാൻ വരും, ആ സാക്ഷ്യത്തിന് വേണ്ടി മരിക്കേണ്ടി വന്നപ്പോൾ ഞാൻ തയ്യാറാണ്. എന്താ കാര്യം? സത്യമായത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, തെറ്റുകളെ കാണുമ്പോൾ, ദൈവത്തെ നിഷേധികളെ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും. എന്താണ് അവർക്ക് പറ്റിയത്? എങ്ങനെയാണ് അവർക്ക് നഷ്ടപ്പെട്ടത്? നിസ്സാര കാര്യത്തിൻ്റെ പേരിലാണ്. ഒരു മനുഷ്യൻ പറയുന്നത് ഞാൻ വയറുവേദന വന്ന് ഞാൻ പ്രാർത്ഥിച്ചു, അപ്പോൾ ദൈവം എൻ്റെ വയറുവേദന മാറ്റില്ല, ഉടനെ സ്വയം പ്രഖ്യാപിത നിരീശ്വരവാദിയായി. വല്ല കഥയുണ്ട്. വിഡ്ഢിത്തരം ഇങ്ങനെ കുറേ ആൾക്കാർ കെട്ടിയെഴുന്ന് വിളിക്കും. അവരുടെ വയറ്റിപ്പഴുപ്പിന് വേണ്ടി മറ്റ് മതക്കാരെയും കൂടി ചേർത്തുകൊണ്ട് തൻ്റെ ബിസിനസ്സൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിയുള്ള ചെറിയ സൂത്രപ്പണികളും ചെറിയ പരിപാടിയും ഗിമിക്കുകളുമാണ്. ഇതൊക്കെ ബുദ്ധിയും ബോധമുള്ളവന് എല്ലാവർക്കും അറിയാൻ പറ്റും. അതുകൊണ്ട് അവരും പറയാൻ കേട്ടിട്ട് നീ ദൈവത്തള്ളി പറയരുത്. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കാനും സുവിശേഷം ജീവിക്കാനും ദൈവം നിന്നെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.